നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് സോഫ്റ്റായിട്ട് അരിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. 1 കപ്പ് അരിപ്പൊടിയാണ് പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇത് പച്ചരി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ്. അപ്പം ഇങ്ങനത്തെ അരിപ്പൊടിയാണെങ്കിലും അല്ല, കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണെങ്കിലും ഞാനിവിടെ ഒന്ന് ചൂടാക്കിയിട്ട് മാത്രമേ അത് പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ പൊടി വറുത്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചൂടാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടല്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കളറ് മാറുന്നത് വരെ ഒന്നും പൊടി ചൂടാക്കിക്കൊണ്ടിരിക്കരുത്. അതിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ ഒക്കും അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പുട്ടിൻ്റെ പൊടി ഒന്ന് വറുത്തിട്ട് പുട്ടുണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. വറുത്ത അരിപ്പൊടി ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പൊടി എപ്പോഴും നനച്ചെടുക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് കുഴച്ചെടുക്കുകയല്ല, നനച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് വേണം പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ കുറേ വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്, അപ്പോൾ അതങ്ങ് കുഴഞ്ഞു പോവും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് പതുക്കെ നനച്ചെടുക്കാം. പുട്ടിന് പൊടി നനയ്ക്കുമ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ കൈവിരലുകൾ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ കൈപ്പത്തിയിലോട്ടൊന്നും അധികം ആക്കാണ്ട് ഈ കൈവിരലുകൾ ഉപയോഗിച്ച് കട്ടയെല്ലാം ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പുട്ടുപൊടി നനഞ്ഞിട്ടുണ്ടോ, അതിനകത്ത് കറക്റ്റ് വെള്ളമാണോ അതോ വെള്ളം കൂടുതലാണോ, ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ കുറച്ച് പൊടിയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക. അന്നേരം ആ ഷേപ്പ്, അതായത് ഒരു ഉണ്ട പോലെ ആ ഷേപ്പ് വരികയും വേണം. അതേസമയം തന്നെ നമ്മൾ തൊടുമ്പം ഉടയുകയും ചെയ്യണം. അതാണ് പുട്ടിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ ആ പുട്ടുപൊടി എടുത്ത് പിടിക്കുമ്പം കയ്യിൽ ഷേപ്പ് ആകുന്നുമുണ്ട്, ഉടയുന്നുമുണ്ട് തൊടുമ്പോൾ. അതേപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒന്നും പൊട്ടി പോകുന്നുമില്ല. ഇപ്പോൾ പുട്ടുപൊടി കറക്റ്റ് നനവായിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടിക്കകത്തിൽ നിറയെ കട്ടകളുണ്ടെങ്കിൽ നമുക്കതിനെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. അതായത് മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ബട്ടണുണ്ട്, അത് ജസ്റ്റ് 1 സെക്കൻഡ് കറക്കിയാൽ മതി ഈ പുട്ടുപൊടി നിറച്ച ജാർ വെച്ചിട്ട്. അപ്പോൾ ആ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ അരിപ്പുട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല, ഗോതമ്പ് പുട്ടിനൊക്കെ അത് ചെയ്യാറുണ്ട്. അരിപ്പുട്ട് സാധാരണ കൈകൊണ്ട് തന്നെ കട്ടയെല്ലാം ഉടച്ചു വിടുകയാണ് ചെയ്യുന്നത്. പുട്ട് കൂടെ ഇല്ലെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. കുക്കറിനകത്തിൽ വെച്ച് നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. അപ്പം വെള്ളം തിളച്ച് കഴിയുമ്പം വിസിൽ വെക്കരുത് കേട്ടോ, അതിനകത്തിൽ കൂടെ സ്റ്റീം വരും. സ്റ്റീം വരുന്ന സമയത്ത് നമുക്ക് ഈ പുട്ട് കുറ്റിയെടുത്ത് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലിരിക്കുന്നത് ചിരട്ട പുട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു പുട്ടുകുറ്റിയാണ്. അതിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ പുട്ട് പൊടിയും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് അമർത്തി വെക്കേണ്ട കേട്ടോ. കുക്കറിൽ വിസിലിടുന്ന ഭാഗത്തൂടെ ആവി വന്നു തുടങ്ങുമ്പം നമുക്ക് ഈ പുട്ടുകുറ്റി എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മതിയാവും പുട്ട് റെഡിയായി വരാനായിട്ട്. അപ്പം പുട്ട് കുറ്റിയുടെ അടപ്പിന് മുകളിലായിട്ട് 3-4 ഹോൾസ് ഉണ്ടാകും. അതിനകത്തിലൂടെ ആവി വന്ന് തുടങ്ങിയിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പുട്ട് വെന്തിട്ടുണ്ടെന്ന്.
പുട്ടും കടലയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു കടലക്കറിയുടെ റെസിപ്പിയും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതും ഈ പുട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ.